മാളു മാളേ മാളു എന്താ കേട്ടാ? നീ വന്നേ. എന്താണ്? നീ ഇന്റർവ്യൂവിന് വരുന്ന? ഞാൻ പോയിരുന്നു. ആരോട് ചോദിച്ചിട്ട് ഇന്റർവ്യൂവിന്? അത് പിന്നെ നല്ലൊരു ഓഫറാണ്, അതുകൊണ്ടാണ് ഞാൻ പോയത്. അപ്പൊ കിട്ടിയതിന് ശേഷം ചേട്ടനോട് പറയാലാന്ന് വെച്ചിട്ട് ഞാൻ നിന്നതാണ്. അപ്പൊ അങ്ങനെയായി കാര്യങ്ങള്. നിനക്ക് ഈ ജോലിക്ക് കിട്ടിയാലേ ഈ ജോലിക്ക് പോകൂല, മനസ്സിലായാ? കാരണം നിന്റെ കാര്യങ്ങൾ ഞാനാണ് തീരുമാനിക്കുന്നത്. ഇത് ഞാൻ അറിയാണ്ട് നീ ചെയ്ത കാര്യമാണ്. അതുകൊണ്ട് ഇത് നടക്കൂല. ഈ ജോലി കിട്ടിയാലും നീ പോകൂല. ഈ ജോലി എനിക്ക് കിട്ടിയാല് ഞാൻ എന്തായാലും പോകും. അതിപ്പോ ചേട്ടൻ എന്തോരം എതിർത്താലും ശരി, ഞാൻ ഈ ജോലിക്ക് പോയിരിക്കും. മതിയായി എനിക്കിവിടെ ജീവിച്ച് ഒരടിമനെ പോലെ. എന്ത് സാധനം മേടിക്കണമെങ്കിലും നിങ്ങളുടെ കൈ മുമ്പിൽ വന്ന് ഈ ഇറക്കണം ഞാൻ പൈസക്ക് വേണ്ടി. എന്തെങ്കിലും ഒരു 10 രൂപ നിനക്ക് എന്നാ നിന്റെ ആവശ്യത്തിനെന്നു എന്തെങ്കിലും എനിക്ക് തന്നിട്ടുണ്ടാ? ഒരു താട് മേടിക്കണമെങ്കിൽ പോലെ മറ്റുള്ളവരുടെ മുമ്പിൽ പോയി ഇറക്കേണ്ട ഒരു അവസ്ഥയില്ലേ? അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഒരു പെണ്ണിന് ഒരു മാസം എന്തൊക്കെ ആവശ്യങ്ങൾ ഉണ്ടെന്ന് പോലും നിങ്ങൾ അന്വേഷിക്കാറില്ലല്ല. ഞാൻ ജോലിക്ക് പോണേനാണ് നിങ്ങൾക്ക് നാണക്കേട്. ഇനി എന്തൊക്കെ നാണക്കേടൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചാൽ ശരി, ഞാൻ ജോലിക്ക് പോയിരിക്കും. ജോലി എനിക്ക് ഒരു അത്യാവശ്യമാണ്. ഓരോ കാര്യത്തിനും നിങ്ങളുടെ മുമ്പിൽ ഇറക്കണ്ടല്ല. എനിക്ക് എന്റേതായ ഒരു വരുമാനം ഉണ്ടെങ്കിൽ എന്റെ ആവശ്യങ്ങളെല്ലാം എനിക്ക് നല്ല ഭംഗിയായിട്ട് നടത്താമല്ല. ഈ ഒരു കാര്യത്തില് ഇനി ചേട്ടനെ എതിർക്കാൻ നിൽക്കണ്ട. ചേട്ടനെ തോറ്റുപോകുള്ളൂ. എനിക്ക് എന്തായാലും ജോലി അത്യാവശ്യമാണ്. ഇനി ഒരാളുടെ അടിമയാവാനായിട്ടേ ഞാൻ തീരുമാനിച്ചിട്ടില്ല. പിന്നെ ഒരു കാര്യം കൂടി ചേട്ടൻ ഓർത്തോ, ഇനി മുതലേ ചേട്ടനല്ല എന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, ഞാനാണ് ഇനി എന്റെ കാര്യങ്ങൾ തീരുമാനിക്കണം. ഈ ഒരു വീഡിയോ ഒരുപാട് സ്ത്രീകൾ അവരുടെ ജീവിതത്തിൽ അനുഭവിച്ച അവരുടെ അനുഭവങ്ങളിൽ നിന്നാണ്. ഒരു പൊട്ട് വാങ്ങാനോ എന്തിനെ ഒരു പാഡ് വാങ്ങാൻ പോലും പൈസയില്ലാതെ മറ്റുള്ളവരുടെ മുമ്പിൽ സഹായം അഭ്യർത്ഥിക്കേണ്ടി വരുന്ന ഒരു ഭാര്യയുടെ അവസ്ഥ അത് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. സ്വന്തമായി വരുമാനമില്ലാത്ത ഒരു മിക്ക ഭാര്യമാരുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. അതുകൊണ്ട് ഈ ഒരു വീഡിയോയിലൂടെ ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, ചെറുതാണെങ്കിലും സ്വന്തമായ ഒരു വരുമാനം എല്ലാ സ്ത്രീകൾക്കും അത്യാവശ്യമാണ്. എന്താ ഞങ്ങൾ പറഞ്ഞത് ശരിയല്ലേ? ഈ വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം അതെന്തായാലും കമന്റായി രേഖപ്പെടുത്തൂ. അതുപോലെ തന്നെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ.